ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി സ്റ്റോറി, ലൈഫ് സ്റ്റോറിയുടെ കഥയാണ്. പലരും ഞങ്ങളോട് ചോദിച്ച എൻ്റെ വിരലിൽ എണ്ണാവുന്ന ചില സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന കഥ ഞാനിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണ്. ഞാനും ജിന്നും കല്യാണം കഴിച്ച് 2021 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്നാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം അറിയാലോ, കൊറോണ ടൈമാണ്. അപ്പം നമ്മൾ എൻ്റെ വണ്ടി ഭ്രാന്ത് കാരണം കല്യാണം കഴിഞ്ഞ് ചിലവൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു. ഒരു 3 ലക്ഷം രൂപയോളം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഡ്രീം വെഹിക്കിളാണ് ബൊലേറോ. അപ്പൊ ഞാനും ചിന്നും ബൊലേറോ തപ്പിയിട്ട് എറണാകുളത്തിലെ ഓൾമോസ്റ്റ് ഷോറൂമിലൊക്കെ കയറി ഇറങ്ങിയതാണ്. പക്ഷെ എനിക്കും ചിന്നുവിനും ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ ലുക്കിലുള്ള ഒരു വണ്ടി, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടി കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെ വണ്ടി തപ്പി നടക്കുന്ന സമയത്ത് ഞാൻ ചിന്നുവിനോട് പറഞ്ഞു, ചിന്നു നമുക്കൊന്ന് ദുബായ് ട്രൈ ചെയ്താലോ, എന്തായാലും കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അപ്പം ഞാൻ ഇതിനു മുൻപ് ദുബായിൽ പോയിട്ടുണ്ട്, ചിന്നു ഫസ്റ്റ് ടൈമാണ്. ചിന്നുവിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ 3 മാസം ഹണിമൂൺ, അല്ലെങ്കിൽ ജോലി കിട്ടിയെങ്കിൽ സെറ്റ് ആവും. അങ്ങനെ ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ ദുബായ് യാത്ര. അങ്ങനെ 2021 ഒക്ടോബറിൽ ഞങ്ങൾ ദുബായിലോട്ട് കയറി വന്നു. പിന്നെ വരുമ്പം പലരും പറഞ്ഞാണ് വിസിറ്റിങ്ങിന് രണ്ടുപേരും ജോലിയില്ലാതെ പോകുമ്പം ശരിയാവില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ വിൽ പവർ എന്നൊരു സംഭവം നമുക്കുണ്ടെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുമെന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജയിച്ചു കയറാൻ പറ്റും. അതിന് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഞങ്ങൾ. ആദ്യത്തെ ഒരു 2 മാസം രണ്ടുപേർക്കും ജോലിയൊന്നും ശരിയായില്ല. അത്യാവശ്യം അലച്ചിലൊക്കെ തന്നെയായിരുന്നു. ആ സമയത്തും പലരും പറഞ്ഞു, നിങ്ങൾ ചെയ്തത് മണ്ടത്തരാണ്, ആരെങ്കിലും ഒരാൾ ആദ്യം വന്നിട്ട് ജോലി കിട്ടിയിട്ട് ഫാമിലിയായിട്ട് വന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു വിശ്വാസം നമ്മളെ കൈവിടൂല എന്നൊരു ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിരുന്നു. അത് 3 മാസത്തെ വിസിറ്റിംഗ് എടുത്താണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. 2 മാസം കഴിഞ്ഞു. ഏകദേശം 3ാമത്തെ മാസത്തിലാകുമ്പോഴേക്കും ചിന്നുവിന് ജോലി ശരിയായി. ചിന്നുവിന്റെ നാട്ടിൽ വർക്ക് ചെയ്ത മെഡിക്കൽ കമ്പനിയുടെ എക്സ്പീരിയൻസിൽ ഇവിടെ തന്നെ ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോലി ശരിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒരു എക്സ്ട്രാ ഒരു ബൂസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് അങ്ങ് കിട്ടി. നമ്മളെ കൊണ്ട് പറ്റും എന്ന ധാരണ ശരിയാണ് എന്ന് നമുക്ക് തോന്നി. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് എൻ്റെ ഈ വണ്ടി ഭ്രാന്തൊക്കെ കാരണം എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വേണമെന്ന് നല്ല ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഫോളോ അപ്പ് ചെയ്തു. ചിന്നു ജോലിയിലും ഞാൻ ഇടയ്ക്ക് പാർട്ട് ടൈം ഒക്കെ ആയിട്ട് ജോലി ചെയ്ത് ഇവിടുത്തെ ലൈസൻസ് എടുത്തു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.